വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ മെഴുകുതിരി വിതരണം ചെയ്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എല്ലാറ്റിനും വില കയറ്റി ജനങ്ങളെ പിഴിയുകയാണ് സംസ്ഥാന സർക്കാരെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എങ്ങും ഉയരുന്നത്. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്ക് മെഴുകുതിരി നൽകിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം കൊണ്ട് പൊറുതുമുട്ടിയ ജനങ്ങൾക്ക് മേൽ വൈദ്യുതി നിരക്ക് വർധനവ് ഇരുട്ടടിയായിരിക്കുകയാണെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. അവർക്ക് ഏത് രീതിയിലുള്ള വില വർധനവ് വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് സമീപനം. ആരാണ് മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി 2016 കാലഘട്ടങ്ങളിൽ ഇവിടെ നിങ്ങൾ പരിശോധിക്കേണ്ടത്, ഇവിടെ 1000 കോടി രൂപയുടെ നഷ്ടമാണ് കടബാധ്യതയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 45,000 കോടി രൂപയുടെ ബാധ്യതയാണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഇത്ര വർഷം കൊണ്ട് ഇത്രയും വലിയ വിലവർദ്ധന, ഇത്രയും വലിയ കടബാധ്യത നമ്മുടെ സംസ്ഥാനത്തിന് എങ്ങനെ വന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. വില വർധനവുണ്ടാവില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാർ എല്ലാ മേഖലയിലും വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ സർക്കാർ ചെയ്തതെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ്, AK ഷർമിള, C രമണി, ഉഷ അരവിന്ദ്, KN പുഷ്പലത, KP വസന്ത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.